ടൈറ്റിൽ കാർഡ് ഭയങ്കര രസമുണ്ടായിരുന്നു. രജനീകാന്തിന്റെ ടൈറ്റിൽ കാർഡ് അതാരുടെ ഒരു പണിയാണ് നമ്മുടെ കൃഷ്ണദാസ് പണിയാണ്. നല്ല രസമുണ്ടായിരുന്നത്. തിയേറ്റർ രസമുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആദ്യം ഒന്ന് പേടിച്ചു, ഇത് വെറുതെ ആവശ്യമില്ലാത്ത ബിൽഡപ്പ് ആണെന്നൊക്കെ തോന്നി. പക്ഷെ അത് ആൾക്കാർ ചിരിച്ചപ്പോൾ പിന്നെ ഓക്കെ. ഇതിപ്പോൾ അടുപ്പിച്ച് 2 കിടിലൻ ഹിറ്റുകൾ മലയാളത്തിൽ നിന്ന് സമ്മാനിച്ചപ്പോൾ പുതിയ സിനിമയുടെ പൂജയും തുടങ്ങിയാണ്. ഈ സിനിമയെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ എന്തെങ്കിലും പറയാറായോ ഈ സിനിമയെ കുറിച്ച്? ഇതൊരു എന്താ പറയുക, അതായത് സംവിധായകൻ പറഞ്ഞതിന് ശേഷം ഞാൻ പറയാം. ഇത് കുറേ ആക്ടേഴ്സ് ഉള്ള, അതായത് ഒരു ഹീറോയെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അങ്ങനെയല്ല, പ്രൊട്ടാഗനിസ്റ്റ് ഒന്നല്ല, പല പ്രൊട്ടാഗനിസ്റ്റുകളാണ്. അപ്പം സാഗർ സൂര്യ, ശ്രീനാഥ് വാസി, പിന്നെ നമ്മുടെ ജീൻ പോൾ ലാൽ, അങ്ങനെ ഒരു ഓൺസംബിൾ കാസ്റ്റാണ്. എല്ലാവർക്കും അതല്ല ഹ്യൂമറാണ്. ചില ചെന്നൈ ക്യാരക്ടർ എങ്ങനെ ഒരു പോലീസ് കഥാപാത്രം വെയിറ്റിംഗ് ആണ്. ആരം വരാൻ പോകുന്നുണ്ട്. അതൊരു നല്ല ത്രില്ലറായിരിക്കും. ഇതിൻ്റെ അകത്തെ കഥാപാത്രം ഒരു നാടൻ കഥാപാത്രമാണ്. ഹരിക്കുട്ടൻ പഴവീടെന്ന് പറഞ്ഞൊരു കഥാപാത്രം. ഏകദേശം ഇതേപോലെ തന്നെ ഇരിക്കും. മുണ്ടൊക്കെ കൊടുത്ത് നമ്മുടെ മോഹിനിയാട്ടത്തിൻ്റെ ഇങ്ങനെ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തേർഡ് പാർട്ടിന് വേണ്ടിയിട്ടുള്ളൊരു ത്രെഡ് എൻ്റെ മനസ്സിലുണ്ടെന്ന് പറഞ്ഞിരുന്നു പ്രാവശ്യം. അത് ഞാൻ അത്ര വലിയ കാര്യമായിട്ടൊന്നും എടുത്തില്ല. എന്ന് വെച്ചാൽ ഇത് വർക്കായില്ലല്ലോ തേർഡ് പാർട്ട്. പക്ഷെ ഇപ്പോൾ ഇത് വർക്കായ സ്ഥിതിക്ക് ഇനിയിപ്പം എനിക്ക് അവനോട് ചോദിക്കാൻ ഞാൻ വിട്ടുപോയി. എന്ന് കാണുമ്പോൾ ചോദിക്കാം തേർഡ് പാർട്ട്. എന്നിട്ട് ഞാൻ അടുത്ത പ്രാവശ്യം നമ്മൾ കാണുമ്പോൾ കറക്റ്റായിട്ടൊരു ഉത്തരം തരാം. ചേട്ടാ, പുതിയ സിനിമയുടെ പൂജയിലാണ്. ഈ സിനിമ എങ്ങനത്തെ കോമഡി ആണോ ത്രില്ലറാണോ? അതിനെപ്പറ്റി ഒന്നും പറയാറായിട്ടില്ല. അത് അവരോട് തന്നെ ചോദിക്കുക, ടീമിനോട്. നിങ്ങളുടെ ഫുൾ ടീം ഇതിനകത്തുണ്ടോ? ഫുൾ ടീമാണ്. സന്തോഷം. ഇപ്പോൾ വാഴ 3 അനൗൺസ് ചെയ്തു. നിങ്ങളാണെന്നൊക്കെ ഞങ്ങൾ അനൗൺസ് ചെയ്തു, റിവീൽ ചെയ്തു. അനൗൺസ്മെന്റ് ഉണ്ടാവും. ഓഡിയൻസ് ഒക്കെ പറയുന്നത് ഇനി നിങ്ങളുടെ കഥയായിരിക്കാം വരാൻ ചാൻസ് ഉള്ള കേൾക്കുന്നുണ്ട്. അറിഞ്ഞൂടാ ബ്രോ. ആഗ്രഹമുണ്ടോ? ബിബിൻ ചേട്ടനെ വിളിച്ചിട്ട് ആഗ്രഹമില്ലാതിരിക്കില്ലല്ലോ. ഒന്നും അറിയില്ല. ബിബിൻ ചേട്ടനോട് ചോദിച്ചാലേ അറിയാവൂ. വീണ്ടും സൈചേട്ടൻ്റെ ഒപ്പം ഒന്നിക്കുകയാണല്ലോ. എങ്ങനെയുണ്ട് ഇതിൻ്റെ ഈ സിനിമയെ കുറിച്ച് എന്തെങ്കിലും പറയാറായോ? കാരണം സൈചേട്ടൻ പറഞ്ഞ ഒരു നാടൻ കഥാപാത്രമാണ്, ഒരു മൾട്ടി സ്റ്റാർ പരിപാടിയാണെന്നൊക്കെ പറഞ്ഞു. ചേട്ടൻ എന്താ പറയാനുള്ളത്? അത് എനിക്ക് അത്രേ പറയാനുള്ളൂ. അത് സംവിധായകൻ സാഗർ പറയാതെ ഞാൻ അതിനെക്കുറിച്ചൊന്നും തുറന്നു പറയുന്നത് നല്ലതാണ്. ശരി, അതിലങ്ങനെ സുഭാഷ് പോലെ ആയിരിക്കും അത് മാറ്റം ഉണ്ടാവും? അതും പറയാൻ പാടില്ലെന്ന് സംവിധായകൻ. നമ്മളിപ്പോൾ അമ്പലത്തിലല്ലേ, അതിൻ്റെ എല്ലാം നല്ലതാകാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയിലാണ്. എന്നാവട്ടെ. നമ്മുടെ പ്രദീപേട്ടൻ, ഇതിൻ്റെ പ്രൊഡ്യൂസർ, ഞാൻ വർഷങ്ങളായിട്ട് അറിയുന്ന എനിക്കൊരാളാണ് പ്രദീപേട്ടൻ. പിന്നെ സാഗർ ആസാദി എന്ന് പറഞ്ഞ സിനിമ നമ്മൾ ചെയ്തതല്ലേ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു കോൺഫിഡൻസ് എന്തായാലും ഉണ്ട്, എല്ലാ പ്രാർത്ഥനയുണ്ട്. എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച്. അപ്പോൾ സാഗർ സൂര്യ, സൈജു കുറുപ്പ്, ശ്രീനാഭാസികളും മൾട്ടി സ്റ്റാർ സിനിമയിൽ സൂപ്പർ സ്റ്റാർ പടത്തിലുണ്ട്. സത്യയുടെ ക്യാരക്ടർ വേഷം എനിക്ക് സാധനം കളിച്ചിട്ട് പെട്ടെന്നാണിത് പരിപാടി അനൗൺസ് ചെയ്തത്. അപ്പം ഇതെല്ലാ സിനിമയിലും പാകാവുന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്. എല്ലാ പടങ്ങളും ഇങ്ങനെ ചെയ്ത് ജീവിച്ച് പോകണം. അത്രേ ഉള്ളൂ. താങ്ക് യു. മതി.